അങ്ങനെ യാതൊരുവിധ പ്ലാനും ഇല്ലാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് വന്നേക്കാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്നാണ് പ്ലാൻ ചെയ്തിട്ട് വന്നതെന്നായിരിക്കും നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. അതെ, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എന്റെ വീട്ടിൽ വരുന്നത് വളരെ റെയർ ആണ്. എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാകനോട് പറയും. ഇക്കാക പിന്നെ അങ്ങനെ റിജക്ട് ചെയ്യാറില്ല കേട്ടോ. എന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. ഇന്നിപ്പോ എന്തായാലും ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ പോകാൻ നേരത്ത് ഹംനാനെ വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹംനാനെ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വന്നപ്പോഴാണ് ഉമ്മിച്ചിതേ ബബ്ലൂസ് നാരങ്ങ എടുത്തിട്ട് വരുന്നത്. ഹംനയുടെ രണ്ട് കൈ നിറയെ ഉമ്മിച്ചിതേ ചുറ്റുവള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയുണ്ട് കാണാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ പോവാൻ നിന്നപ്പോഴേക്കും ഉമ്മിച്ചി ഒരു കവറിൽ കുറച്ച് മാങ്ങയും ബബ്ലൂസ് നാരങ്ങയും കൂടി എടുത്താണ് കൊണ്ടുതരുന്നത്. അല്ല, ഞാൻ ഈ അടുത്താണ് അറിയുന്നത് ഈ ബബ്ലൂസ് നാരങ്ങയ്ക്ക് പല നാട്ടിലും പല പേരാണ് അത്രേ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ ഇപ്പൊ ഉമ്മിച്ചിക്ക് എന്ത് കിട്ടിയാലും അതിന്നൊരു പങ്ക് എനിക്കുള്ളതാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞത് മുതൽ വെറുതെ വീട്ടിൽ വന്നാലും എനിക്കെന്തോ വെറും കൈയോടെ പോകുന്നത് വലിയ താല്പര്യമില്ല കേട്ടോ. ഇപ്പൊ ഈ ഒരു ശീലം ഹയാസിനും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കിട്ടിയതും കൊണ്ട് വീട്ടിൽ പോട്ടെ. ടാറ്റാ.